എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 5 വെൽഡേഴ്സ് എന്തുകൊണ്ടായിരുന്നു നമ്മൾ റോജറിനെ ആ ടൈം സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ അനബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഈ 1 പീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എത്തുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ റോജർ പൈററ്റ് കിങ് ആകുന്നതിന് മുമ്പ് നമ്മുടെ റോജറിന് ലാഫ് ടൈലിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റോജർ ലാഫ് ടൈലിലേക്ക് പോകുന്ന സമയത്ത് റോജറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആരും തന്നെ വന്നിരുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ റോജറിനെ വേൾഡ് ഗവൺമെൻറ് ആരും തന്നെ തടയാൻ ശ്രമിക്കാതിരുന്നത്? പലരും ചിന്തിക്കുന്നത് നമ്മുടെ റോജറിനെ ആരും തടയാതിരിക്കാൻ കാരണം റോജർ അത്രമാത്രം പവർഫുൾ ആയതുകൊണ്ടാണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5 വെൽഡേഴ്സിനൊന്നും നമ്മുടെ റോജറുമായിട്ട് ഫൈറ്റ് ചെയ്താൽ അവർ ഡിഫീറ്റ് ചെയ്യപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് നമ്മുടെ റോജറുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യാതെ ഇരുന്നതെന്നാണ്. പക്ഷേങ്കിൽ അതൊന്നുമല്ല കാരണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് റോജർ പൈററ്റ്സിനെ നോക്കുകയാണെങ്കിൽ വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് അവർ ഹെഡ് ഓൺ ഫൈറ്റ് ചെയ്താൽ എന്തായാലും ഡിഫീറ്റ് ചെയ്യപ്പെടും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ 5 വെൽഡേഴ്സ്, അതുപോലെ തന്നെ ഗാർപ്പ്, സെങ്കോക്കു, അതും പോരാഞ്ഞിട്ട് ഹോളി നൈറ്റ്സ്, പിന്നെ നമ്മുടെ ഇമൂസാമ, പിന്നെ കോങ്, അതുപോലെ തന്നെ 3 അഡ്മിറൽസ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോജർ പൈററ്റ്സ് നേരിട്ട് പോയി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്താൽ ഒരു കാരണം വെച്ചാലും നമ്മുടെ റോജർ പൈററ്റ്സിനെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് റോജറിനെ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്? അതിനുള്ള കാരണം ഇതാണ്. നമ്മുടെ റോജറിന് നമ്മുടെ വോയിഡ് സെഞ്ചുറിനെ കുറിച്ചു, നമ്മുടെ ഇമൂസമ്മയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചു റോജറിന് അറിയായിരുന്നു എന്നുള്ളത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് മനസ്സിലാക്കിയിരുന്നു. ഒരു പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് റോജറിനെതിരെ പോകുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റോജർ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ എക്സ്പോസ് ചെയ്യുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ റോജറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്. അവർക്കറിയാം, ഈ ട്രൂത്ത് എക്സ്പോസ് ചെയ്താൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഉള്ള റെപ്യൂട്ടേഷനോ അത് മാത്രമല്ല വേൾഡ് ഗവൺമെൻറ്റിന് അവരുടെ വേൾഡ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആ സ്ഥാനം തന്നെ പോകും. പിന്നെ അവരും നമ്മുടെ പൈററ്റ്സിനെ പോലെ തന്നെ ഒരു പൈററ്റ് ഗ്രൂപ്പായി മാറും. നിങ്ങൾ ഒരു രീതി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഒരു പൈററ്റ് ഗ്രൂപ്പ് തന്നെയാണ്. അവർക്ക് വേണ്ടതൊക്കെ ഈ ജസ്റ്റിസ് എന്നുള്ള പേരിൽ ചെയ്ത് കൂട്ടുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പേടിച്ച് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ റോജറിനെയും അതുപോലെ തന്നെ റോജറിൻ്റെ ക്രൂമേറ്റ്സിനെയും ഒന്നും ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ വേണേൽ നിങ്ങൾ ചോദിക്കും, നമ്മുടെ റോജർ ലാഫ് ടൈലിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ റോജറിനെ എന്താ ഇവർ സ്റ്റോപ്പ് ചെയ്യാതിരുന്നതെന്ന്. അതിനുവേണ്ടി വേൾഡ് ഗവൺമെൻറ് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാർപ്പും റോജറും തമ്മിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ 1 പീസ് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ റോജർ നമ്മുടെ വോയിഡ് സെഞ്ചുറിനെ കുറിച്ചുള്ള ഒരുപാട് സീക്രട്സ് പോണിഗിൽഫ്സിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ റോജർ മനസ്സിലാക്കിയിട്ടുള്ള ആ ചെറിയൊരു കാര്യത്തിൽ പോലും അത്രയ്ക്ക് ഭയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ റോജറിനെ അവർ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ റോജർ ഈ പോണിഗ്ലിഫ്സ് റീഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ റോജറിനെ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്. അവർ റോജറിൻ്റെ സ്ട്രെങ്തിനെ അല്ലായിരുന്നു പേടിച്ചത്, റോജറിൻ്റെ നോളജിനെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.